എഡ്വിൻ വൈബ്സിൻ്റെ ഇന്നത്തെ പുതിയ വീഡിയോയിലേക്ക് എൻ്റെ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് നല്ല മഴയായിരുന്നു കേട്ടോ. രാവിലെയൊക്കെ പിള്ളേർ പോയപ്പോൾ ഭയങ്കര മഴ ഇടിയൊക്കെ ആയിരുന്നു. ഓരോ ടൈമിൽ വ്യത്യസ്ത കാലാവസ്ഥ. ഇന്നലെ രാവിലെയൊക്കെ ഭയങ്കര മഴയായിരുന്നേ. അത് കഴിഞ്ഞ് പിന്നെ അങ്ങ് ഒരു തോർച്ച പോലെയായി. പിന്നെ രാത്രി വീണ്ടും തുടങ്ങി. ഇന്ന് രാവിലെ പിള്ളേർ പോകാറായപ്പോഴത്തേക്കും ഭയങ്കര മഴയും ഇടിയും ഒക്കെ ആയിരുന്നു. ഇപ്പോൾ പതിയെ ഒന്ന് തോർന്നിട്ടുണ്ട്. എന്നാലും നമ്മുടെ മുറ്റത്തൊക്കെ വെള്ളം കെട്ടി കിടക്കും കേട്ടോ. അപ്പോൾ ഒന്ന് വകഞ്ഞു വിടാം. വെണ്ട മറിഞ്ഞു പോയി. മുറ്റത്തിന് പുറത്തായിട്ടേ. മുറ്റത്ത് അങ്ങനെ കെട്ടി നിൽക്കില്ല, പക്ഷെ മുറ്റത്തിന് പുറത്ത് ഇങ്ങനെയാണ് കെട്ടി നിൽക്കുക. ആ വെണ്ടയ്ക്ക് രണ്ട് കമ്പ് കുത്തി കിടക്കും. അപ്പം ഇനി മഴ പെയ്താലുണ്ടല്ലോ, ഞാൻ അതുകൊണ്ടാണ് ഇപ്പം തന്നെ ഇറങ്ങി വന്നത്. ഇനി കുറച്ച് മഴ കൂടെ പെയ്ത് വെള്ളം കെട്ടി നിന്നാലുണ്ടല്ലോ എൻ്റെ രണ്ട് വെണ്ടയുടെ കാര്യം തീർന്നു. അപ്പോൾ വെണ്ടയ്ക്കുണ്ടല്ലോ, വെണ്ടയ്ക്ക് നമുക്ക് സാഹിത്യമുണ്ട്. എനിക്ക് സാമ്പാറിനുള്ള വെണ്ടയ്ക്കൊക്കെ ഇതാ ഇതിൽ നിന്ന് കിട്ടണേ. മഴ പെയ്തു തുടങ്ങിയിട്ടില്ല. മാതിരി ഒരു കാറ്റ് വീശുണ്ട്. ഇതൊക്കെ ഞാൻ മറിഞ്ഞു പോണേ. ഗ്രോ ബാഗി വെച്ചേക്കണേ, അതുകൊണ്ട് ഡെയിലി ഞാനുണ്ടല്ലോ പച്ചക്കറിത്തോട്ടത്തിലൊന്നും ചുറ്റും. കാരണം എന്ന് വെച്ചാൽ ഇങ്ങനെ പല സാധനങ്ങളും മറിഞ്ഞും തിരിഞ്ഞും ഒടിഞ്ഞൊക്കെ കിടക്കണ്ടാവും മഴയും കാറ്റൊക്കെ കഴിയുമ്പോഴേ. അപ്പോൾ അതൊന്ന് കെട്ടി വെക്കാനും ഒന്ന് മണ്ണിട്ട് കൊടുക്കാനും എല്ലാ പരിപാടിയും ഉണ്ട് കേട്ടോ. രാവിലെ തന്നെ പിള്ളേരെ വിട്ടിട്ട് തുറച്ചാണെങ്കിൽ അതാണ് എൻ്റെ ആദ്യത്തെ പരിപാടി. ഇതുണ്ട് എൻ്റെ കാന്താരിയിൽ നിറച്ച് മുളക് നിൽക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതേ മഴ പെയ്തിട്ട് മുളക് പറിക്കാത്തതുകൊണ്ട് ഇലയ്ക്ക് ഒരു ചെറിയൊരു പഴുപ്പ് പോലെ വന്നിട്ടുണ്ട്. അതുകൊണ്ട് ഇത് പറിക്കാൻ ഇറങ്ങിയതാണ്. അപ്പോൾ എൻ്റെ വീട്ടിലേക്കുള്ള പച്ചക്കറികളെ ഞാൻ തന്നെ ഉണ്ടാക്കിയെടുക്കണം, നമ്മുടെ പറമ്പിൽ ഉണ്ടാക്കിയെടുക്കണം എന്നൊരു ഇതുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള എൻ്റെ കൃഷി പരിപാലനവും കാര്യങ്ങളും ഒക്കെ കേട്ടോ എൻ്റെ ചാനലിൻ്റെ കണ്ടന്റുകളാണ്. നമ്മുടെ വീടും സറൗണ്ടിങ്സും അങ്ങനെയുള്ള കാര്യങ്ങളാണ് എൻ്റെ ചാനലിലെ കണ്ടന്റ്. അപ്പോൾ ഞാനിങ്ങനെ നട്ടുണ്ടാക്കുമ്പോഴേ അത് ആർക്കെങ്കിലും ഒരു മോട്ടിവേഷനായ അതിൻ്റെ ഒരു പോസിറ്റീവ് സൈഡല്ലേ കാണിക്കണേ. അപ്പോൾ അതും കൂടെ ഉദ്ദേശിച്ചാട്ടോ ഞാൻ ചെയ്യുന്നത്. നമ്മുടെ വീട്ടിലേക്കുള്ള പച്ചക്കറികളെ സ്വന്തമായിട്ട് കൃഷി ചെയ്തെടുക്കുക, എനിക്കത് ഭയങ്കര ഇഷ്ടമുള്ള കാര്യം കേട്ടോ. അതെനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അങ്ങനെ ഉണ്ടാക്കിയെടുക്കുക. കടയിൽ നിന്ന് വാങ്ങിക്കുന്നതിലുപരി നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നതിന് മാക്സിമം ചെയ്യുക, ഉണ്ടാക്കിയെടുക്കുക, അത് പറിക്കുക, അതിൻ്റെ വിളവെടുപ്പ് കാര്യങ്ങൾ അങ്ങനെ. അതും പിള്ളേർക്കും അത് ഭയങ്കര ഒരു ഇഷ്ടമാട്ടോ. അങ്ങനെ എൻ്റെ കൂടെ അവർ ചെറുപ്പം മുതൽ എൻ്റെ കൂടെ എല്ലാത്തിനും നടാനും പച്ചക്കറികളാണെങ്കിലും എല്ലാം നടാനും പറക്കാനൊക്കെ എല്ലാത്തിനും എൻ്റെ കൂടെ ഉണ്ട്. അപ്പോൾ അവർക്കും അതൊരു മോട്ടിവേഷൻ തന്നെയാണ് അങ്ങനെ ചെയ്യേണ്ടത്. പിന്നെ ചെടികളാണെങ്കിലും നടാനും പച്ചക്കറികളും എല്ലാത്തിനും മക്കളും എൻ്റെ കൂടെ സപ്പോർട്ടാട്ടോ. ഉണ്ടോ നല്ല മൂത്ത കാന്താരി ഉണ്ടോ.